എല്ലാ മതത്തിലും തെറ്റുകളുണ്ട്. തന്റെ വാച്ചു മാത്രമേ ശരിക്കും നടക്കുന്നുള്ളൂ എന്നല്ല. ഭഗവാനോട് സ്നേഹവും, അദ്ദേഹം അന്തര്യാമിയല്ലേ, അകത്തുള്ള ആകർഷണവും വ്യാകുലതയും കാണാൻ കഴിയും. വ്യക്തമായി അദ്ദേഹത്തെ വിളിക്കുന്നു. എന്നാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ച എന്നോ പ എന്നോ വിളിക്കുന്നു. ച പ എന്ന് മാത്രം. ഇതിന് 4 കടകൾ. ഒന്നിൽ ഹിന്ദുക്കൾ വെള്ളമെടുക്കുന്നു. ജലറൊന്നിൽ മുസൽമാന്മാർ വെള്ളമെടുക്കുന്നു, പാനി എന്ന് പറയുന്നു. പിന്നെ ഒന്നിൽ നിന്ന് ഇംഗ്ലീഷുകാർ വെള്ളം കോരുന്നു, വാട്ടർ എന്ന് പറയുന്നു. മറ്റുള്ളവർ വേറൊന്നിൽ അവർ അക്വ എന്ന് പറയുന്നു. സ്ഥലമാണ് ഗുവാഹട്ടി. അവിടെ കാമാക്യ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ ഒരു വർഷത്തിൽ 3 ദിവസം അമ്പലം അടച്ചിട്ടുണ്ടാവും. കാരണം മാതൃദേവിയിൽ തന്നെ പീരിയഡ്സ് വരുന്നു. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇതൊന്നും നിരസിക്കുന്നില്ല. മനസ്സിലല്ലേ? ദേവീനെയാണ് നമ്മുടെ ഭഗവാനെ എപ്പോഴും സ്മരിക്ക, ഭഗവാന്റെ നാമം ചൊല്ല, കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ഭാരതം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഭാരതം എപ്പോ തുടങ്ങിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ആത്മീയതയാണ് നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നാമം ചൊല്ലണം. ഇത്തരം നല്ല ഊർജം നൽകുന്ന, സമൂഹത്തിൽ ഏതൊരു തരത്തിലുള്ള വിവേചനമോ വകതിരിവോ പഠിപ്പിക്കാത്ത, എല്ലാവരെയും ഒന്നാക്കുന്ന, ഒരുമിക്കുന്ന ആശയങ്ങളാണ് നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്ക്, അതായത് മക്കൾക്കൊക്കെ വേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നാമം ചൊല്ലണം. അത് നിങ്ങൾ